മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തു ആണെങ്കിൽ വാമദേവനെ കണ്ട് തൽക്കാലം ഇപ്പോൾ പൈസ തരാൻ പറ്റില്ല, മഹാലക്ഷ്മി BP കൂടി ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റ് അല്ലേ, അത് പറഞ്ഞ് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വാമദേവനാണെങ്കിൽ ഒരു അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. മഹിക്കിപ്പോൾ പൈസ തരാൻ പറ്റില്ല, സാഹചര്യം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പൈസയുള്ളവരല്ലേ, അനന്തുവിലേക്ക് ഒരുപാട് പണം ഉള്ളവരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മഹിക്ക് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനാണോ പാട്? എൻ്റെ വിശ്വനെ കൊന്നത് കണ്ട ഒരു സാക്ഷിയാണ് മഹാലക്ഷ്മി. ആ സങ്കടം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അത് പോക്കാൻ ഒരു ചെറിയ തുകയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ കൂട്ടിയോജിപ്പിച്ച ഒരു ബന്ധമാണ് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും. അത് ഞാൻ കാരണം തന്നെ അകന്നു പോകരുത് എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ തീർത്തും അനന്ത് പറയുന്നുണ്ട്, നേരിട്ട് മഹി തന്നെ ക്യാഷ് തരട്ടെ, ഞങ്ങൾക്ക് ക്യാഷ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ക്യാഷ് ഞങ്ങൾക്കൊരു വിഷയമല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഒരാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ 10 മാറി 15 ആവും, അതിനുശേഷം ദിവസം കൂടുവാണെങ്കിൽ 15 മാറി 20 ആകും. അങ്ങനെ ഇപ്പോൾ പൈസ തന്നാൽ തന്നെ വീണ്ടും പൈസ ചോദിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ്? തൽക്കാലം ഉടനെ ചോദിക്കില്ല, പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ ചെറിയ തുക ചോദിക്കും, അത്രേ ഉള്ളൂ. വലിയൊരു രഹസ്യം ഞാൻ മറച്ചു വെക്കുന്നതല്ലേ. അങ്ങനെ അത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് അതേസമയം നമ്മുടെ കണ്ണനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് അനന്ത് വരുന്നുണ്ട്. തൽക്കാലം ഇങ്ങനെ പറഞ്ഞു എന്നും 10 മാറ്റി 15 കൊടുക്കണമെന്നാണ് ആ വാനരം പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം വന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അയാൾക്ക് 15 കിട്ടിയേ പറ്റുള്ളൂ. ഈ അവസരം മുതലാക്കുക ആ ദുഷ്ടൻ. എന്തായാലും ഇതിനുള്ള ക്ലൈമാക്സ് എങ്ങനെ വേണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് കണ്ണാന്ന് അനന്തു പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്കാണല്ലോ കണ്ണേട്ടൻ കൃത്യമായിട്ട് മാസം തോറും ശമ്പളം കൊടുക്കുന്നത്. അത് വെറുതെയാണെന്ന് മഹാലക്ഷ്മി പറയുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനാണ് ഇവരെ ഇങ്ങനെ വഷളാക്കിയത്, ഇങ്ങനെയൊക്കെ കൊച്ചുനാളിലെ കൊടുത്തു പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര അഹങ്കാരം, കിട്ടുന്നതിനനുസരിച്ച് ആർത്തി കൂടുക. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ അന്നേ കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവനോടെ ഞാൻ ഇവിടെ കാണണമെന്നുണ്ടോ? ഇവരൊക്കെയല്ലേ ആള്. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, കണ്ണൻ പറഞ്ഞതിൽ വാസ്തവമുണ്ട്, മരുന്ന് മാറ്റി കൊടുത്തല്ലേ കണ്ണേട്ടന് നടക്കാൻ പറ്റാതായത്. അന്നേ കണ്ണൻ ഇതിനൊക്കെ എതിർപ്പ് കാണിച്ചിരുന്നെങ്കിൽ കണ്ണൻ ജീവനോട് പോലും കാണില്ല എന്ന് അനന്തുവും അതുപോലെ മഹാലക്ഷ്മി ഒക്കെ ചേർന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു നാടകത്തിൻ്റെ ക്ലൈമാക്സ് അനന്തുവും മാർക്കോയും കണ്ണനും സാഗറും എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുവാണ്. അതേസമയം വാമദേവൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബെല്ലടിക്കുന്നു. ഡോറ് വന്ന് തുറക്കുന്നത് മറ്റാരുമല്ല, സീമന്തിനിയാ. ഓ ഹാവു, രക്ഷപ്പെട്ടു, പോയ കോലത്തിൽ തന്നെ വന്നല്ലോ. ഞാൻ വിചാരിച്ച് തല്ലുകൊണ്ട് അവശനായി ആയിരിക്കും വരുന്നതെന്ന്. നീ പറഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം അതന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ, ആ മാർക്കോ എന്ന് പറയുന്നവൻ വന്ന് തല്ലുവെന്ന്. പക്ഷെ പേടിച്ചതുപോലെ ഒന്നും നടന്നില്ല. പക്ഷേ ഇപ്പം തൽക്കാലം പൈസ തരാൻ പറ്റില്ല, അവൾ BP കൂടി ഹോസ്പിറ്റലാണ് പോലും. അവൾ ഹോസ്പിറ്റലാന്ന് പറയുന്നത് സത്യമാണോ എന്ന് സീമന്തിനി ചോദിക്കുമ്പം അത് സത്യമാണ്, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കളി നടത്തിയിട്ടുണ്ടെടി. 10 മാറ്റി 15 ആക്കി. ആ കരുണ, ദുഷ്ടത്തിയായ കരുണയ്ക്ക് 5 കൊടുത്താൽ തന്നെ ബാക്കി 10 നമ്മുടെ കയ്യിൽ കാണും. പിന്നെ തൽക്കാലം ഉടനെ ഒന്നും ഇനി ക്യാഷ് വേണ്ട, വർഷത്തിൽ ഒരു 1, 2, 3 തവണ മാത്രം പൈസ മതി. കൂടെ ഇങ്ങനെ ഒരു ഡോസ് പറയാം. അപ്പം സീമന്തിനി പറയുന്നുണ്ട്, ഒരുപാട് കടന്ന് ചോദിച്ച് ശല്യം ചെയ്താൽ അവളുള്ള സത്യമൊക്കെ കണ്ണനോട് തുറന്നു പറഞ്ഞാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും BP കൂടി കിടക്കുമല്ലേ, അവളുടെ വയറ്റിലെ ആ കുഞ്ഞങ്ങ് നശിച്ചു പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് സീമന്തിനി പറയുന്ന സമയത്ത് വാമദേവൻ പറയുന്നു, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. ഈ സമയത്ത് തീർച്ചയായിട്ടും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂ. ഇപ്പോൾ കുഞ്ഞ് നഷ്ടമായിക്കഴിഞ്ഞാൽ കണ്ണനോട് സത്യം തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇയാൾ പോയി പറ എന്നേ മഹാലക്ഷ്മി പറയൂ. പകരം ആ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനൊരച്ഛൻ വേണമെന്നുള്ള തോന്നലിൽ മാത്രമേ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മഹി കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നു, അത് ശരിയാ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഇപ്പോൾ പ്രതാപൻ്റെ മേലാണ് ആത്മാവ് കൂടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ മഹിയെ ശല്യം ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ ആ ആത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കയറില്ലെന്ന് എന്താ ഉറപ്പ്? പിന്നെ പ്രതാപൻ പറഞ്ഞ് നടക്കുന്നത് പോലെ നിങ്ങളായിരിക്കും തുറന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണ്, ഞാൻ കൊട്ടേഷൻ കൊടുത്തത് പ്രകാരമാണ് പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്ന്, അത് മറക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഓ അത് സത്യമാണല്ലോ എന്നുള്ള രൂപത്തിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് നമ്മുടെ വാമദേവൻ. എന്തായാലും കുഞ്ഞിനും അമ്മയ്ക്കും ഒന്നും യാതൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണനും ലേഖയും അനന്തും ഒക്കെ.
അതേസമയം തോമസ് സാറാണെങ്കിൽ കണ്ണനെ കണ്ട് പറയുന്നുണ്ട്, എന്തായാലും താൻ ഈ കാണിച്ചത് ശരിയായില്ല, എന്ത് വലിയ വിഷമം ഉണ്ടെങ്കിലും എന്നെ കണ്ട് പറയാമായിരുന്നല്ലോ, അവിടെ വന്നാൽ തനിക്കൊരു പോസിറ്റീവ് ഫീലാണെന്ന് പലതവണ താൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു സങ്കടം വന്നപ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ആ സ്ഥിരമായി നിങ്ങൾ കാണുന്ന ആ സിദ്ധയായ അമ്മ പോലും പറയാറില്ലേ, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് അയ്യപ്പസ്വാമി തന്നെയാണ്. അങ്ങനെ ഒരു അപകടം ഉണ്ടായതും നിങ്ങളെ ഒന്നിപ്പിച്ചതും ഒക്കെ സാക്ഷാൽ ഈശ്വരന്മാർ തന്നെയാണെന്ന് പറയുമ്പം അത് സത്യമാണെന്ന് കണ്ണനും പറയുന്നു. മാത്രമല്ല, അങ്ങനൊരു അപകടം പറ്റി തന്നെ കണ്ടപ്പോൾ മഹി അത് ഓർത്തത് കൊണ്ട് മാത്രമല്ലേ സ്വന്തം അമ്മ പോലും എതിർത്ത് ആ സമയത്തും ഇയാളെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ച് മഹി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ ജീവിതം ശരിക്കും ഒരു പാഠമാക്കേണ്ടതാ. എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പല പേഷ്യൻസിനോടും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഞാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞൊന്ന് പോയി എന്ന് പറയുന്നത് കേൾക്കാൻ പോലും ആരും ആഗ്രഹിക്കില്ല. അത് ഓർക്കണം. ഇനി ആ പാവം പെൺകുട്ടിയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആ ഒരു സമയത്ത് സാറിനോടോ മറ്റാരുടെയോ ഒന്നും പറയാനൊന്നും തോന്നിയില്ല. ആ ഒരു വിഷമത്തിന് പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊക്കെ പെരുമാറാനാ തോന്നിപ്പോയെന്ന് കണ്ണനും സമ്മതിച്ചു കൊടുക്കുന്നു. എന്തായാലും എലിസബത്ത് ഡോക്ടറിനെ ഒന്നും കൂടി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തോമസ് സാറാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ സിദ്ധയായ അമ്മ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തോമസ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അതേസമയം സാഗറാണെങ്കിൽ ജോലി കഴിഞ്ഞ് സാധനങ്ങളുമായിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം മഞ്ജു ഡോറ് തുറന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷം ഏട്ടത്തിക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കൊന്നും യാതൊരു കുഴപ്പമില്ല, അധികം താമസിക്കാതെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ICU എന്തായാലും വാർഡിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും എന്നാലും കണ്ണേട്ടൻ എന്തിനായിരിക്കും ഏട്ടത്തിയോട് പിണങ്ങിയത്? 7ാം മാസത്തെ ചടങ്ങിന് ശേഷം വീട്ടിലേക്ക് പോയി കണ്ണേട്ടനാണ് ഏട്ടത്തിയോട് പിണങ്ങിയത്. അവിടെ വെച്ച് എന്തെങ്കിലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? സാഗരേട്ടൻ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. അപ്പം സാഗറാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, പ്രതാപനാണ് ഇവളുടെ അച്ഛനെ കൊന്നെന്നുള്ള കാര്യം മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി കരുണയെ വെച്ചേക്കില്ല, വലിച്ചു കീറും. അങ്ങനെ എന്തായാലും നേരിട്ട് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനും എല്ലാവരും അറിയുമല്ലോ, അതുകൊണ്ട് മറച്ചു പിടിക്കുവാണ്. എനിക്കറിയില്ല, അവർ തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ കോംപ്രമൈസ് ആയല്ലോ. എന്നാലും അതല്ല, നിസാര കാര്യത്തിന് എന്തായാലും കണ്ണേട്ടൻ പിണങ്ങില്ല. അങ്ങനെ വലിയ എന്ത് കാര്യമായിരിക്കും? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല കാര്യങ്ങളും കാണും, അതൊന്നും എല്ലാവരുടെയും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റാത്ത എന്ത് കാര്യമുള്ളത്? ഇപ്പം നമ്മുടെ കൂടെ പറഞ്ഞില്ലെങ്കിൽ തന്നെ തോമസ് സാറിൻ്റെ കൂടെ തീർച്ചയായിട്ടും പറയും. തോമസ് സാറ് ഹോസ്പിറ്റലുണ്ടെന്നല്ലേ പറഞ്ഞത്. തക്കം കിട്ടുമ്പം സാഗരേട്ടൻ ചോദിക്കണം തോമസ് സാറിനോട്, നമുക്കെന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട്? അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നു, ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് സാഗറാണെങ്കിൽ നൈസായി ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഡൗട്ട് അടിച്ചിങ്ങനെ നിൽക്കുവാണ്. അതേസമയം മാർക്കോയാണെങ്കിൽ അനന്തുവിനെയും കണ്ണനെയും കാണാൻ വന്ന് മാർക്കോയുടെ പ്ലാൻ പറയുന്നു. എത്രയും പെട്ടെന്ന് അനന്തു സാർ ഒരു തവണയും കൂടി വാമദേവനെ കാണണമെന്നും അന്നേരം ഇങ്ങനെ കൂടെ കൂടെ ബാർഗെയിൻ ചെയ്യാതെ ഒറ്റ തുക പറയണമെന്നുള്ള കാര്യം പറഞ്ഞ് ഉറപ്പിക്കാൻ പറയുന്നു. അപ്പം കണ്ണൻ ചോദിക്കുന്നു, എത്ര രൂപ പറഞ്ഞ് ഉറപ്പിക്കണം? നമ്മൾ ഈ കാര്യം പറയാത്ത താമസമേ ഉള്ളൂ, അയാൾ എന്തായാലും ഒരു എമൗണ്ട് പറയും, നമ്മളത് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തവണ നേരിട്ട് കണ്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ പെട്ടിയായിട്ട് ക്യാഷും കൊണ്ട് വരുന്നതും കാത്ത് അയാൾ ഇങ്ങനെ ഒരുപാട് കിനാവും കണ്ടിരിക്കുമെന്ന് മാർക്കോ പറയുന്നു. അന്നേരം അനന്തു പറയുന്നു, എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കണ്ണൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്കായി നിയമിച്ചത്. ഇയാളും അതുപോലെ ഉണ്ണിയൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നവരാ. അതിൻ്റെ പേരിനല്ലേ ഒരുപാട് നഷ്ടം പറ്റിയത്. ഇപ്പോൾ നഷ്ടമൊന്നുമല്ല, അത്യാവശ്യം ലാഭമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അനന്തു പറയുന്നു, കണ്ണൻ എന്തായാലും അമിതമായിട്ട് ലാഭം ഈടാക്കുന്നവനല്ല, എന്നിട്ട് പോലും നഷ്ടം പറ്റിയെങ്കിൽ എന്തുമാത്രം മോഷ്ടിച്ചു കാണും. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, മാർക്കോയും ലോപ്പസിനെയും പോലുള്ളവർ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുക്കണമെന്ന എൻ്റെ ആഗ്രഹമെന്ന് കണ്ണൻ പറയുമ്പോൾ, തൽക്കാലം ഞങ്ങൾക്കിപ്പോൾ ഏറ്റെടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരിടത്ത് അടങ്ങി നിൽക്കാൻ പറ്റില്ല, പക്ഷേ അധികം താമസിക്കാതെ ഞങ്ങളത് അറിയിക്കാമെന്ന് മാർക്കോയും പറയുന്നു. പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമല്ലേ, അതിനിടയ്ക്ക് ഒരിടത്ത് അടങ്ങി നിൽക്കുന്നത് എങ്ങനെയാ എന്ന് കണ്ണൻ ചോദിക്കുമ്പം ഒരു ചെറു പുഞ്ചിരി മാർക്കോ പറയുന്നുണ്ട്. മാത്രമല്ല, സത്യം ഒരിക്കലും കണ്ണസാർ അറിയാൻ പാടില്ലെന്നുള്ള ആഗ്രഹത്തിൽ നേർച്ചയും കാഴ്ചയായിട്ടൊക്കെ നടക്കുന്നത് ഇപ്പം വാമദേവനായിരിക്കും എന്ന് അനന്തു പറയുന്നു. എന്തായാലും പെട്ടിയോടെ പണം കൊണ്ടുവരാൻ വരുന്ന വാമദേവനെ പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് വിടണം എന്നും പറഞ്ഞ് മാർക്കോ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു. കാത്തിരിക്കാം ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്.